ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിപ്പോഴുള്ളത് തലശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ എടൂർ സെന്റ് മേരീസ് ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിലാണ്. ചരിത്രമുറങ്ങുന്ന കുടിയേറ്റ മേഖലയായ എടൂരിലെ ഈ ദേവാലയം തലശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ പള്ളികളിൽ ഒന്നാണ്. 1939-40 കാലയളവിൽ കുടിയേറ്റം ആരംഭിച്ച എടൂർ തലശ്ശേരി അതിരൂപതയിലെ പഴക്കമുള്ള കുടിയേറ്റ ഗ്രാമങ്ങളിൽ ഒന്നാണ്. സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ ഇടമായ എടൂരിൽ 1946 ഇടവക സ്ഥാപിക്കപ്പെടുന്നത്. 1942 ജോസഫ് പുത്തൂരച്ചൻ എടൂരിന്റെ മണ്ണിൽ അർപ്പിച്ച ആദ്യ വിശുദ്ധ കുർബാന മുതൽ 1500ഓളം കുടുംബാംഗങ്ങളും 300ഓളം സന്യസ്തരും 100ഓളം വൈദികരുമായി ഇടവക സമൂഹം വളർന്നു നിൽക്കുമ്പോൾ ഇന്ന് മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് ഇവിടം സാക്ഷ്യം വഹിക്കുകയാണ്. 1500-ൽ പരം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ് പൊതുജന വണക്കത്തിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എടൂർ സെന്റ് മേരീസ് ഫൊറോന ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ മുൻപിലാണ്. 2024 ഡിസംബർ മാസം 6-ാം തീയതി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ് ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തെ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമാക്കിയിട്ട് ഉയർത്തിയത്. നമ്മുടെ മലബാറിലെ ആദ്യത്തെ ആർക്കി മരിയൻ എപ്പിസ്കോപ്പൽ ദേവാലയമാണ് എടൂര് സെന്റ് മേരീസ് ഫൊറോന ദേവാലയം. അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതയിലെയും ആദ്യത്തെ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടനം ഈ ദേവാലയമാണ്. ഈ എടൂർ പ്രദേശത്തെ കുടിയേറ്റ ജനതയെ സംബന്ധിച്ച് വളരെ അച്ചിട്ടുള്ള ഒരു ദേവാലയവും അതുപോലെ തന്നെ വളരെ അച്ചിട്ടുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപവുമാണ് നിങ്ങൾ ഈ പുറകിൽ കാണുന്നത്. ഈ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഏത് കാര്യമാണെങ്കിലും ശരി, അമ്മ നമ്മളെ കൈവിടുകയില്ല എന്നുള്ള ഒരു വലിയ വിശ്വാസം ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥർക്കുണ്ട്, ക്രൈസ്തവർക്കുമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഉയർത്തിയ അന്ന് തന്നെ വൈകുന്നേരം ഇവിടുന്ന് 5000-ത്തിലധികം വിശ്വാസികൾ അഭിവന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനോടൊപ്പം ചെമ്പേരി ബസിലിക്കായിലേക്ക് കാൽനടയായിട്ട് ഒരു രാത്രി മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പോവുകയുണ്ടായി. ഒരു വലിയ സാക്ഷ്യമായിരുന്നു അത്. അങ്ങനെ ബസിലിക്കായിൽ ചെന്ന് വിശുദ്ധ ബലി അർപ്പിച്ചു. അതിനോട് അനുബന്ധിച്ച് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ ഈ ദേവാലയത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന സ്വർഗം ഒരു കൊടക്കീഴിൽ എന്ന തലക്കെട്ടില് 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ പൊതുദർശനത്തിനും വണക്കത്തിനുമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. കാർലോ അക്വിറ്റസ് ഫൗണ്ടേഷൻകാരാണ്, ട്രസ്റ്റാണ് അത് ക്രമീകരിക്കുന്നത്. അപ്പോൾ ധാരാളം വിശ്വാസികൾക്ക് ഇതൊരു വലിയ അനുഭവമാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ഓരോ സ്ഥലങ്ങളിലുമായിരിക്കാം ഓരോ തിരുശേഷിപ്പ് കാണുവാനായിട്ട് കടന്നു ചെല്ലുന്നത്, ഓരോ പുണ്യസ്ഥലങ്ങളിലും. എന്നാൽ ഇവിടെ ഈ 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ നമുക്ക് ഈ ഒറ്റ കോമ്പൗണ്ടിൽ കാണുവാനായിട്ടും വണങ്ങുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും സാധിക്കുന്നു. ഈ തിരുശേഷിപ്പ് പ്രദർശനവും ഈ അതിരൂപതയിലെ ആദ്യമായിട്ട് നടത്തപ്പെടുന്നത് ഈ എടൂർ ദേവാലയത്തെ കേന്ദ്രീകരിച്ചാണ്. അതുപോലെ തന്നെ മലബാറിലേക്കും ഇവരാദ്യമായിട്ട് കടന്നു വരുന്നത് എടൂരേക്കാണ്. അങ്ങനെ 2 പ്രാധാന്യം കൂടി ഇതിനുണ്ട്. അതുകൊണ്ടായിരിക്കാം ധാരാളം പേര് കടന്നു വരികയും വണങ്ങുകയും ആദരിക്കുകയും ഒക്കെ ചെയ്ത് പോകുന്നത്. ഈ തിരുശേഷിപ്പ് പ്രദർശന നഗരിയിൽ ഈശോയുടെ തിരുസ്ലീവായുടെ തിരുശേഷിപ്പ്, ഈശോയുടെ മുൾമുടിയുടെ തിരുശേഷിപ്പ്, പരിശുദ്ധ അമ്മയുടെയും ഔസേപ്പിതാവിൻ്റെയും അങ്കികളുടെ ചെറിയ തിരുശേഷിപ്പ്, അല്ലെങ്കിൽ അന്തോണീസ് പുണ്യവാളൻ, സെബസ്ത്യാനോസ് പുണ്യവാളൻ, ഗീവർഗീസ് പുണ്യവാളൻ,
യൂദാ തദേവൂസ്, പത്രോസ്, പൗലോസ് തുടങ്ങിയ സ്ലീഹന്മാരുടേത്, വിശുദ്ധ തോമാസ് സ്ലീഹായുടേത്, ഇങ്ങനെ നിരവധി. കൂടാതെ കേരളത്തിലെ എല്ലാ വിശുദ്ധരുടെയും, ഭാരതത്തിലെ എല്ലാ വിശുദ്ധരുടെയും തിരുശേഷിപ്പുകൾ അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. അത് കാണുവാനുള്ള ഒരു വലിയ അസുലഭ ഭാഗ്യമാണ് ഈ പ്രദേശത്തെ വിശ്വാസികൾക്ക്, ദൈവജനത്തിന് ലഭിക്കുന്നത്. സ്വർഗം ഒരു കുടക്കീഴിൽ വന്നിരിക്കുന്ന ഈ അസുലഭ നിമിഷം നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഈ എടൂരിലെ അസിസ്റ്റന്റ് വികാരി എന്ന നിലയിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ആയിരിക്കുമ്പോൾ. നമുക്കറിയാം, നമ്മൾ വിശുദ്ധരെ വണങ്ങുന്നതിനായിട്ടും അവരുടെ മാധ്യസ്ഥം തേടുന്നതിനായിട്ടും പല വിശുദ്ധ നാടുകളും സന്ദർശിക്കാറുണ്ട്. എങ്കിൽ അവരിൽ പലരും ഇപ്പോൾ നമ്മുടെ ഇടയിൽ നമ്മളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ അസുലഭ നിമിഷം നമുക്ക് ഏറെ സന്തോഷം പകരുന്നതും അതേപോലെ തന്നെ അവരുടെ വിശുദ്ധരുടെ അനുഗ്രഹവും മധ്യസ്ഥവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഒത്തുചേർന്ന് ഇരിക്കുന്ന വിശുദ്ധരാണ് ഇവരെല്ലാം. അപ്പോൾ അവരോട് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന പലരുടെയും അഭിപ്രായങ്ങളും പലരുടെയും വാക്കുകളും കേട്ടപ്പോൾ എനിക്കത് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഒത്തിരിയേറെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്ന ഒട്ടനവധി ആളുകൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ അസുലഭ നിമിഷത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഇവിടെ ഏറ്റവും വിലപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവില് അനുഗ്രഹം പ്രാപിക്കുന്നതിനായിട്ട് ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം എന്നും നിങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ എന്ന് ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം, നമ്മുടെ എടൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ് പ്രദർശിപ്പിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത്. ആകാലവൃന്ദം ജനങ്ങൾ ഇവിടെ എത്തുകയും തിരുശേഷിപ്പ് വണങ്ങുകയും അവരുടെ മധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ച വിശുദ്ധരുടെ 1500 തിരുശേഷിപ്പുകൾ ഇവിടെ പ്രദർശിക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് നാം ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തിരുശേഷിപ്പുകളായിട്ട് എന്താണ് അവശേഷിപ്പിക്കാനുള്ളത്? ജീവിതം വിശുദ്ധമായിട്ട് ജീവിക്കുക, കർത്താവിന് വേണ്ടി കൂടുതൽ സ്നേഹത്തോടും അതുപോലെ തന്നെ അവൻ നമുക്ക് തന്ന വിശ്വാസത്തിൽ അടിയുറച്ച് വളരുവാനും ആ 1500 വിശുദ്ധരെ പോലെ കൂടുതൽ വിശ്വാസത്തിലും വിശ്വാസ തീഷ്ണതയിലും ആഴപ്പെട്ട് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇതൊരു അനുഗ്രഹത്തിൻ്റെ സുവർണ നിമിഷമാണ്. ഇതിന് നേതൃത്വം വഹിച്ച ഈ കാർലോസ് ഫൗണ്ടേഷന് എടൂർ ഇടവകയിലുള്ള എല്ലാവരുടെയും പേരിൽ, എല്ലാ കുടുംബങ്ങളുടെയും, ഇവിടെ സന്ദർശിച്ച എല്ലാ മക്കളുടെയും പേരിൽ അനുഗ്രഹത്തിൻ്റെ ഈ ദായകമായ നിമിഷം സംഭാവന ചെയ്ത അവർക്ക് അവരുടെ എല്ലാവിധ സംരംഭങ്ങളും മുന്നോട്ടുള്ള എല്ലാ നടപടികളും ഏറെ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിശ്വാസികളുടെ വിശ്വാസ ജീവിതം ആഴപ്പെടുത്തുവാൻ, സുഹൃത ജീവിതത്തിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ, വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് ജീവിത വിശുദ്ധീകരണം കൈവരിക്കുവാൻ ഒത്തിരിയേറെ സാധ്യത ഉളവാക്കുന്ന, അവസരമൊരുക്കുന്ന ഒരു ദിനങ്ങളാണിത്. ഈ വിശുദ്ധരൊക്കെ ഒന്നുകിൽ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം കൈവരിച്ചവരാണ്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വിശ്വാസികളായ നമുക്ക് ചെയ്യാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വിശുദ്ധീകരിച്ച്
വിശുദ്ധിയിൽ വളർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതിനുവേണ്ടി നമുക്ക് ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാർലോ അക്വിറ്റീസ് ഫൗണ്ടേഷനും SMB എന്നറിയപ്പെടുന്ന സന്യാസി സമൂഹവും കൂടി ചേർന്നാണ് ഇങ്ങനെ ഒരു 1500 വിശുദ്ധ തിരുശേഷത്തിൻ്റെ ഒരു പ്രദർശനം ഞങ്ങൾ നടത്തുന്നത്. ആകെ 3678 വിശുദ്ധരെയാണ് ഇതുവരെ റോമിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലേതാണ്ട് 1500-ൽ പരം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഞങ്ങളിവിടെ പ്രദർശനത്തിനായി കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ കാർലോ അക്വിറ്റീസ് ഫൗണ്ടേഷൻ്റെ പേരിലാണ് ഈ ഒരു പ്രദർശനം നടത്തി വരുന്നത്. കാർലോ 15-ാം വയസ്സിൽ മരിച്ചുപോയ ഒരു വിശുദ്ധനാണ്. കാർലോ അവസാന നിമിഷം അദ്ദേഹം ക്യാൻസർ രോഗബാധിതനായി കിടന്ന സമയത്ത് പോലും വിശുദ്ധ കുർബാനയെ ഒരു കാരണവശാലും മുടക്കാതെ ആ സീരിയസായി കിടന്ന അവസ്ഥയിൽ പോലും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും അദ്ദേഹം ദിവസം എന്നപോലെ ഇത്ര ചെറുപ്പത്തിലെ ദിവ്യകാരൻ്റെ ഭക്തിയോട് ഇത്ര അടുപ്പമുണ്ടായി അങ്ങനെ വിശുദ്ധനായി മാറിയതാണ്. 143 ദിവ്യകാരൻ്റെ അത്ഭുതങ്ങൾ ആദ്യമായി ഡിജിറ്റലിൽ പകർത്തി ലോകത്തിന് മുഴുവൻ കാണിച്ചു തന്ന ആളാണ് കാർലോ. അതുകൊണ്ടാണ് ഞങ്ങൾ കാർലോയെ ഞങ്ങളുടെ ഈ ഫൗണ്ടേഷനായി സ്വീകരിക്കുകയും കാർലോയുടെ നാമത്തിൽ തന്നെ ഇന്നത്തെ യുവത്തിന് ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയാണ് ഞങ്ങൾ കാർലോയുടെ പേരിൽ തന്നെ ഇങ്ങനെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. 2 തരത്തിലുള്ള റിലീക്കുകളാണ് അതായത് ഞങ്ങളിവിടെ പ്രദർശിപ്പിക്കുന്നത്. ഒന്ന് അവരുപയോഗിച്ച വസ്തുവകളാകാം, അല്ലെങ്കിൽ വസ്ത്രങ്ങളാകാം. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതാണ് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ കയറി വരുമ്പോൾ കാണുന്നത്, ഞങ്ങൾ ആദ്യം കാണുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ആൽബർട്ടോ മാർബലിയുടെയാണ്. ആൽബർട്ടോ മാർബലി 27-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ യങ് എഞ്ചിനീയറാണ്. അദ്ദേഹത്തെ പട്ടാളക്കാർ ട്രക്കടിപ്പിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ തലച്ചോറിൻ്റെ അംശവും അതുപോലെ തന്നെ ട്രക്കടിപ്പിച്ച് കൊല്ലുന്ന സമയത്തുണ്ടായ അദ്ദേഹം ധരിച്ചിരുന്ന സൈക്കിൾ ചവിട്ടിപ്പോകുന്ന സമയത്ത് ധരിച്ചിരുന്ന ഒരു സോക്സുമാണ് ഞങ്ങളവിടെ തിരിച്ചറിപ്പാട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പിന്നീട് കാണാൻ പറ്റുന്ന ദേവസാമ്പിള്ളയാണ്. ദേവസാമ്പിള്ളയെ വളരെയധികം വിശ്വാസത്തിന് വേണ്ടി ഇത്രയധികം കഠിനമായ ദേവോദരവും സഹിച്ച ഒരു വിശുദ്ധൻ വേറെ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൻ്റെ എല്ലാമാണ് അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിയുക. പിന്നീട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അടുത്ത കരുണയുടെ വിശുദ്ധ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പും അതോടൊപ്പം സ്റ്റാച്ചു ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൗസ്റ്റീന തുടങ്ങി 1500-ഓളം വിശുദ്ധ തിരുശേഷിപ്പുകൾ കാണാം. മെയിനായിട്ട് ഞങ്ങളിവിടെ വെച്ചിരിക്കുന്ന സ്റ്റേജിൽ വെച്ചിരിക്കുന്ന യേശുവിനെ തറച്ച വിശുദ്ധ കുരിശിൻ്റെ അംശമുണ്ട്. തൊട്ടുചേർന്ന് യേശുവിൻ്റെ തലയിൽ തറച്ചിരുന്ന മുൾമുടിയുടെ ഒരു അംശമുണ്ട്. പിന്നീട് മാതാവിൻ്റെ അരക്കച്ചയുടെ അംശവും യേശുപിതാവിൻ്റെ പാല്യത്തിൻ്റെ അംശവും അതുപോലെ മറ്റ് 12 ശിഷ്യന്മാരുടെ തിരുശേഷിപ്പുകളും അതിൽ തന്നെ അല്ലിക്കൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടുവരുന്ന 6 വേദപാതകരുടെ തിരുശേഷിപ്പുകൾ കാണാം. പിന്നെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, തോമസ് ലീഗ എന്നൊക്കെ സെപ്പറേറ്റ് തിരിച്ച് വേറെയും വെച്ചിട്ടുണ്ട്. 12 പേരെ ഒരുമിച്ച് വെച്ചത് കൂടാതെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ മാർത്ത മറിയം ലാസർ അവരുടെ തിരുശേഷിപ്പ്, വിശുദ്ധ പൗലോസിലെ തിരുശേഷിപ്പ്. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 ഡെഡ് ബോഡിയുടെ ഡെമോ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ 250ഓളം വിശുദ്ധരുടെ ശവശരീരം ഇതുവരെ അഴുകിയിട്ടില്ല. അതിൽ 3 പേരുടെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. 1 കാർലോ അക്വിറ്റീസ്, 2 ഹാർത്തിനി, 3 നസീറിയ എന്ന് പറഞ്ഞ ആൽമിയയാണ്. ആ 3 പേരുടെ ഡെഡ് ബോഡി അഴുകിയിട്ടില്ല. അതുകൊണ്ട് ഡെമോ ഞങ്ങൾ കാണിച്ചെന്നല്ലേ ഉള്ളൂ. അവിടെ തിരുശേഷിപ്പുകൾ അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്.
ഒരു വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവമായിട്ട് ഇത് ഫീൽ ചെയ്യുകയാണ്. കാരണം ഒരു മനുഷ്യായുസ് മുഴുവൻ സ്പെൻഡ് ചെയ്ത് ലോകം മുഴുവൻ കറങ്ങിയാലും കാണാൻ പറ്റാത്തത്ര തിരുശേഷിപ്പുകളും പൂജ്യവസ്തുക്കളും ഇവിടെ ഈ ഫൊറോനയിൽ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഒരു ഭയങ്കര ദൈവാനുഭവം, ഒരു ദൈവാനുഭൂതി നമുക്ക് ഇത് കാണുമ്പോൾ തോന്നുകയാണ്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്ത്, ഇനി 1 മണിക്കൂർ കഴിഞ്ഞാലേ ഇത് തീരുകയുള്ളൂ. അപ്പോൾ ഒരു എല്ലാ വിശുദ്ധന്മാരുടെ ഭക്തവസ്തുക്കൾക്കും അവരുടെ സാന്നിധ്യമുണ്ട്. കാരണം അത് സ്പർശിക്കുന്നവർക്ക്, അത് വണങ്ങുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപകൾ ലഭിക്കുന്നുണ്ട്. എല്ലാ വിശുദ്ധരും നമ്മളോട് പറയുന്നത്, ഞാൻ അനുകരിച്ചതുപോലെ നിങ്ങളും അനുകരിച്ചാൽ നിങ്ങൾക്ക് വിശുദ്ധരാകാമെന്ന്. അപ്പൊ അവരുടെ ജീവിതശൈലിയും ജീവിതമാർഗവും നമുക്ക് കണ്ടുപഠിക്കുവാനും വണങ്ങുവാനും ഒരുക്കിയ ഒരു വലിയ അവസരം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് നമ്മുടെ അതിരൂപത മുഴുവൻ, കേരളം മുഴുവൻ, പ്രത്യേകിച്ച് ഈ സഭ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിശുദ്ധന്മാരോട് നമ്മൾ തീവ്രമായി മധ്യസ്ഥം വഹിച്ചാൽ അവർ അതിജീവിച്ച പ്രതിസന്ധികൾക്കപ്പുറത്തേക്ക് നമുക്കും കടന്നു ചെല്ലുവാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. വിശുദ്ധരുടെ ജീവിതം നമുക്കൊരു എന്നൊരു മാർഗദീപമാണ്. അവരെ അനുകരിച്ച് അവരുടെ തിരുശേഷിപ്പ് അതുപോലെ ഉപയോഗിച്ച വസ്തുക്കളെല്ലാം ഇത്രയും ഇതുപോലുള്ള സ്ഥലത്ത് വരുവാനും അത് വണങ്ങാനും നമുക്ക് നല്ലൊരു ദൈവിക അനുഭവമായിരുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ സഭ നേരിടുന്ന വെല്ലുവിളികളെ അവരുടെ വിസ്തരുടെ പാതകളെ പിന്തുടർന്ന് അവർക്ക് പോലെ നമ്മൾക്കൊരു മാർഗദീപമായി മറ്റുള്ളവർക്കും ഒരു സ്വർഗീയ ദീപ്തി പകർത്തി നമ്മൾ മറ്റുള്ളവർക്കൊരു അവരുടെ ഒരു നല്ലൊരു സന്ദേശവും അവളുമായി തീരുമാനം ഉള്ളൊരു കൃപ നമുക്ക് ദൈവം തന്നെ അനുഗ്രഹിച്ചു. കാരണം ഈ ദേശത്ത് ഇത്രയും ആൾക്കാരെ കണ്ടപ്പം വളരെ സന്തോഷവും സമാധാനവും മനസ്സിനൊരു ആത്മസംതൃപ്തി ഉണ്ടായി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ഇടവക എടൂരും അതുപോലെ ഇവിടുത്തെ ഇതുപോലെ സന്നിധി ഒരുക്കിയ ഓരോ വ്യക്തികൾക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇത് ഇവിടുത്തെ ഈ ഫൊറോനയിൽ ഒരംഗവും അടുത്ത ഇടവകയിലെ ഒരു അംഗവുമാണ് ഞാൻ. ഇതിനായിട്ട് ഞങ്ങൾ കർത്താവിനെ എന്നെന്നും വാഴ്ത്തി സ്തുതിക്കുന്നു. ഈശോയ്ക്കും ഇത് ഞങ്ങൾക്ക് കാഴ്ച സമർപ്പണത്തിന് ലഭിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഈ ഇടവകയ്ക്കും ഈ ഫൊറോനയ്ക്കും നന്ദി പറയുന്നു. വെളിമാൻ ഇടവകയാണ്. യാദൃശ്യമായി ഒന്ന് എടൂര് വരെ വരാനൊരവസരം കിട്ടി. അപ്പോൾ ഈ ഒത്തിരി വിശുദ്ധ സാധനങ്ങൾ തൊടാനും അതിൽ അനുഭവിക്കാനും നമുക്കൊരവസരം ദൈവം ഒരുക്കി തന്നു. അതുപോലെ അപ്രത്യക്ഷമായി ഒന്ന് ഇവിടെ വരാൻ പറ്റിയതാണ്. നല്ലൊരു അനുഭവമാണ്. എടൂര് മേഖലകൾക്കും നമുക്ക് മൊത്തത്തിൽ ഒത്തിരി ആളുകളും വന്ന് ഇതിൽ പങ്കെടുത്തു. അപ്പോൾ വളരെ സന്തോഷം. ഇങ്ങനെയൊരു അവസരം കിട്ടിയതിനോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേക സന്തോഷവും സമാധാനവും തന്നതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നെ ഞങ്ങൾ ഇതിനോട് നന്ദി കൃതജ്ഞതയുള്ളവരാണ്. ഈ സെയിൻറ്റിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു ആശ്വാസവും ഒരു സമാധാനവും ഞങ്ങൾക്ക് ഈ സന്ദർശനത്തിലൂടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. ഒരു 1500 വിശുദ്ധരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പൂജ്യവസ്തുക്കൾ ഒരേ സ്ഥലത്ത് തന്നെ കാണുവാനായിട്ടും ആ വിശുദ്ധരെ വണങ്ങുവാനായിട്ടും ആ വിശുദ്ധരുടെ ജീവിത ചര്യകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ടും അതുവഴി ജീവിത വിശുദ്ധിയിൽ വളരുവാനായിട്ടുമുള്ള വലിയൊരു അനുഗ്രഹമായിരുന്നു ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പ് വണങ്ങുവാനുള്ള ഒരു അവസരം. ഇതിൽ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുവാനായിട്ടാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. കാരണം വിശുദ്ധരെ പറ്റി അറിയുവാൻ, വിശുദ്ധരുടെ ജീവിതത്തെ പറ്റി അറിയുവാൻ, അങ്ങനെ കൂടുതൽ വിശുദ്ധിയിൽ വളരുക എന്നുള്ളതാണ് ആ വിശുദ്ധരുടെ ജീവിത പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാനായിട്ടും അങ്ങനെ നാം ഓരോരുത്തരും ആ വിശുദ്ധരിലൂടെ അല്ലെങ്കിൽ വിശുദ്ധരുടെ ജീവിതചര്യയിലൂടെ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനായിട്ടും ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ടും അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഒരു പുണ്യജീവിതം നയിക്കുവാനായിട്ടും എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എടൂരമ്മയുടെ മണ്ണ് ഇന്ന് ഒരു ചരിത്ര നിമിഷത്തിന് ഇവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. വിവിധയിടങ്ങളിൽ നിന്നായി 10,000-ലേറെ പേരാണ് ഇവിടെ വന്ന് ദൈവാനുഗ്രഹം പ്രാപിച്ചു മടങ്ങുന്നത്. മലബാറിലെ ആദ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രവും ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പുഷ്ടവും 8.5 പതിറ്റാണ്ട് പാരമ്പര്യവുമുള്ള എടൂരമ്മയുടെ മടിത്തട്ടിൽ 1500 തിരുശേഷിപ്പുകളുടെ പൊതുദർശനം നടക്കുമ്പോൾ വണക്കത്തിനായി കടന്നുവരുന്ന ഓരോ മക്കളെയും തന്റെ നീല മേലങ്കിക്കുള്ളിൽ ചേർത്ത് വെക്കുകയാണ് പരിശുദ്ധ അമ്മ.